ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇരിങ്ങാലക്കുട വിദ്യാജ്യോതി സൺഡേ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഒക്ടോബർ 12 8ാം ക്ലാസ്സിൻ്റെ സൺഡേ സ്കൂൾ പരീക്ഷയുടെ ആൻസർ കീയാണ്. നമുക്ക് വേഗം നോക്കാം. 1. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കുമാണ്. 2. മാർത്തോമ നസ്രാണികളുടെ സഭാജീവിതത്തിൻ്റെ ശൈലിയുടെ ആകത്തുകയെ മാർത്തോമ മാർഗം എന്നാണ് വിളിക്കുന്നത്. രക്ഷയ്ക്ക് അടിസ്ഥാനം നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. വിശ്വാസം, കൂദാശകൾ, ഹൈറാർക്കി എന്നിവയാണ് സഭയെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ. സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിലുമല്ലാണ് ഈശോ സഭ സ്ഥാപിച്ചത്. ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരങ്ങൾ. മിശിഹായുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പങ്കുവയ്ക്കൽ. നമ്മുടെ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. വത്തിക്കാൻ പത്രം ഒസർവത്താരോ റൊമാനോ. ദരിദ്രർക്ക് വേണ്ടിയുള്ള ധനസഹായത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ലേഖനങ്ങളിൽ ഉത്ബോധിപ്പിച്ച സ്ലീഹ പൗലോസ് സ്ലീഹ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അധ്യായം വാക്യം വിശുദ്ധ മത്തായി 24:42 വാക്യം. വിശുദ്ധ പത്രോസ് അപ്പോസ്തല പ്രധാനി. യാക്കോബ് ഇസ്രായേൽ. പരിശുദ്ധ മറിയം വിശ്വാസത്തിൻ്റെ മാതൃക. മെത്തനോനിയ തിരിച്ചുവരവ്. മിശിഹ സഭയുടെ ശിരസ്. ഏശയ്യാ 7:14 വാക്യം. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. മിശിഹായുടെ ഉത്ഥാനം. ഉപപാഠം പേജ് നമ്പർ 11. രക്ഷയുടെ അനുഭവം പേജ് നമ്പർ 18 ഉത്തരം. സഭയിൽ നിന്ന് വേർപ്പെടുത്തി മിശിഹായോ മിശിഹായിൽ നിന്ന് വേർപ്പെടുത്തി സഭയോ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 37. ഇവിടെ നോക്കാം. ഈശോയെ സ്നേഹിക്കുന്ന പോലെ അവിടുത്തെ ശരീരമായി സഭയെ സ്നേഹിക്കണം. സഭയിൽ നിന്ന് വേർപ്പെടുത്തി മിശിഹായോ മിശിഹായിൽ നിന്ന് വേർപ്പെടുത്തി സഭയോ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയില്ല. സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെങ്കിൽ സഭയെ മിശിഹായെ സ്നേഹിക്കണം. ഇതാണ് വരുന്നത് കേട്ടോ. 2025 ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത് എങ്ങനെ? പേജ് നമ്പർ 31. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നത് നശിപ്പിക്കും. നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്ന ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നതുകൊണ്ടാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ചോദിച്ചതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പ്രാർത്ഥന. മരിച്ച വിശ്വാസിത ആത്മാക്കളുടെ പ്രാർത്ഥന എഴുതുക. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകാനും വിളിയാണ് പ്രവാചകൻ്റേത് എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരളസഭ പത്രത്തിലേക്ക് ഒരു ലേഖനം തയ്യാറാക്കുക. അത് പേജ് നമ്പർ 52. മനോഹരമായൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. സമൂഹത്തിലെ തിന്മകളെ അകറ്റാൻ, ആത്മാക്കളുടെ ജീവിതത്തിന് രുചി പകരാൻ പ്രവാചക ദൗത്യം നമുക്കുണ്ട്. അപ്പോൾ ഈ ചിത്രമൊക്കെ വരച്ച് കേരള സഭയിൽ ഇത് കൊടുക്കാവുന്ന തരത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായി. ഓക്കെ. അടുത്ത ചോദ്യം പേജ് നമ്പർ 23. കാൽവരിയിലെ സ്വയം ബലിയായി അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് യഥാർത്ഥ ആരാധന നിർവഹിച്ചു. അങ്ങനെ നിത്യപുരോഹിതനായി. പഴയ പൗരോഹിത്യവും പുതിയ പൗരോഹിത്യവും തമ്മിലുള്ള വ്യക്തമാക്കിയാണ് പറയുന്നത്. പേജ് നമ്പർ 40. ഇസ്രായേലിലെ പുരോഹിത ജനം. അവയുടെ താഴെ നോക്കി. പഴയ പുരോഹിതവും ഈശോയുടെ പൗരോഹിത്യവും അത് എഴുതണം. മിശിഹായുടെ പൗരോഹിത്യം എഴുതുക. നമ്മൾ പുരോഹിത ജനമാകുന്നത് എങ്ങനെ? പൊതു പൗരോഹിത്യം, ശുശ്രൂഷ പൗരോഹിത്യം. ഇത്രയും വരെ എഴുതി കഴിഞ്ഞാൽ എസ്സേ. ഇതാണ് 2025 ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ 8ാം ക്ലാസ്സിൻ്റെ. താങ്ക് യു.